നമസ്കാരം. ഇപ്പോൾ പുതുതായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള മിക്ക സ്ത്രീകളും നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടർ എനിക്ക് എപ്പോഴും ടെൻഷനാവുന്നു, കുട്ടി അനങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടാണ്. അപ്പോൾ ഇത് എല്ലാ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടി അനങ്ങുന്നുണ്ടോ എന്നുള്ളത് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 5 മാസത്തിന് ശേഷമൊക്കെയാണ് മനസ്സിലാവുള്ളൂ. അതായത് നമുക്ക് ചിലപ്പോൾ വയറ്റിൽ ഗ്യാസിൻ്റെ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ വയറ് ഇങ്ങനെ എന്താ പറയുക, ചില സമയത്ത് ശരിക്കും കുട്ടിയുടെ അനക്കം തന്നെയായിരിക്കും. നമുക്ക് ആകെ കൺഫ്യൂഷനായിരിക്കും. അപ്പം നമുക്ക് ശരിക്കും ഒരു കുട്ടിയുടെ അനക്കം അറിയണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എപ്പോഴും ഒരു 5 മാസം അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 7 മാസമൊക്കെ ആകുമ്പോഴാണ് കുട്ടി ഇങ്ങനെ ചവിട്ടണതൊക്കെ നമുക്ക് കിക്കൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിലാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ അറിയും. ഒരു 4 മാസം 4.5 മാസം ആകുമ്പോൾ തന്നെ കുട്ടിയുടെ അനക്കം നമുക്ക് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കെപ്പോഴും ഒരു പേടിയായിരിക്കുമല്ലേ, കുട്ടി അനങ്ങുന്നുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അനക്കം കുറയുന്നുണ്ടോ എന്നൊക്കെ ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ എന്താ പറയാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമ്മളെപ്പോൾ കുറച്ച് നല്ലോണം ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കുക കുറച്ച് നേരം. ആ കിടക്കുന്ന സമയത്ത് കുട്ടീനെ അനക്കം നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു 5 പ്രാവശ്യമൊക്കെ നമ്മൾ കുട്ടി നന്നായിട്ട് അനങ്ങുന്നതായിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതേസമയം നമ്മൾ അതുപോലെ എന്നിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ കുറച്ച് മധുരമുള്ള സാധനം കഴിച്ച് നോക്കുക, അല്ലെങ്കിൽ കുറച്ച് ചൂടുള്ള ചായയൊക്കെ കുടിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുക. അപ്പോൾ കുട്ടി അനങ്ങുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. എത്ര പ്രാവശ്യം കിക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അനക്കം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും സംശയം തോന്നുകയാണെങ്കിൽ ഒരു അമ്മയുടെ സംശയമാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കാണിക്കുക. ടെൻഷൻ അടിക്കാണ്ട് കാണിക്കുക. ഒരുപാട് എന്താ പറയുക, നമ്മളൊരു ഗൈനക്കോളജി OPയിൽ പോകുമ്പോൾ കുട്ടികളുടെ അനക്കം അറിയാനായിട്ട് ഒരുപാട് വഴിയുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ഡോക്ടേഴ്സിനായാലും നേഴ്സുമാർക്കായാലും ഒക്കെ അത് മനസ്സിലാവും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്കൊരു സംശയം പിന്നെയും നിലനിൽക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ അടുത്ത് പോവുക, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.